ചാനൽ PSC ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഞ്ചായത്തുകളുടെ ചില പ്രത്യേകതകളാണ്. ഇത് PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് അയച്ചത് പാർവതിയാണ്. പാർവതിക്ക് തിരിഞ്ഞു പോകുന്നു, കോഡ് ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് പാർവതിക്ക് കുറച്ച് കോഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അത് ചാനലിലും കൂടി ഇടാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെയൊക്കെ പഠിക്കുമ്പോഴേ നിങ്ങൾ പഠിക്കും, അപ്പോൾ നല്ല ഓർമ്മയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് റിവിഷൻ ചെയ്യാതെ എക്സാമിന് പോയി കഴിയുമ്പോൾ ഈ 4 ഓപ്ഷൻ നിങ്ങൾ പഠിച്ചതന്നെയായിരിക്കും. അപ്പോൾ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മാർക്ക് ചെയ്യുമ്പോൾ ശരിയാണെന്ന് വിചാരിക്കും, പിന്നെ കീ നോക്കുമ്പോഴാണ് ഇതല്ല ഉത്തരം. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുഞ്ഞു കുഞ്ഞു കോഡിട്ട് പോയാൽ, നമ്മൾ മലയാളം പഠിക്കുമ്പോൾ കോഡ് ഇടുന്നില്ലേ, ഓർക്കുന്നില്ലേ നിങ്ങൾ? അതുപോലെ കുഞ്ഞു കുഞ്ഞു കോഡിട്ട് പോയാൽ എക്സാമിന് റിവിഷൻ ചെയ്യാതെ പോയാൽ നിങ്ങൾ ഓർത്തിരിക്കും. കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം വെള്ളനാടാണ്. ഇനി അടുത്ത ചോദ്യം, കമ്പ്യൂട്ടർ വൽക്കരിച്ച രണ്ടാമത്തെ പഞ്ചായത്ത് ഏതാണ്? ഉത്തരം എന്താണ്? തളിക്കുളമാണ്. തളിക്കുളം. ഇനി ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. അടുത്തത് എന്താ? ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. ഈ 4 സംഗതികൾ ഒരിക്കലും മറന്നുപോകാത്ത രീതിയിൽ നമുക്കൊന്ന് ഓർത്തു വെച്ചാലോ? ശ്രദ്ധിക്കുക, കോഡ് എന്ന് പറയുമ്പോൾ യാതൊരു ലോജിക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എക്സാമിന് കിട്ടിയാൽ പോരെ, അത് മാത്രം ആലോചിക്കുക കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വെള്ളനാടാണ്. എടാ, നമ്മുടെ പണ്ടത്തെ കമ്പ്യൂട്ടർ ഇല്ലേ, മറ്റേ മോണിറ്റർ, വലിയ വെള്ള കളറുള്ള സംഭവം, അത് തന്നെ ഓർത്താൽ മതി. അപ്പോൾ എല്ലായിടത്തും ഈ വെള്ള കമ്പ്യൂട്ടർ അങ്ങ് വെച്ചേക്കുക, ഇങ്ങനെ മോണിറ്ററായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലായിടത്തും പഞ്ചായത്ത് ഫുള്ള് ഈ വെള്ള കമ്പ്യൂട്ടർ വെച്ച് മൊത്തത്തിൽ നമ്മുടെ ആ പഞ്ചായത്ത് എന്തായി മാറി? ഒരു വെള്ള നാടായി മാറി എന്നോർത്താൽ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ള നാടാക്കി നമ്മളങ്ങ് മാറ്റി എന്ന് ഓർക്കുക. കമ്പ്യൂട്ടർ വെച്ച് വെള്ള കമ്പ്യൂട്ടർ വെച്ച് വെള്ള നാടായി, വെള്ളനാട് ഓർക്കണം. അടുത്തത് ഇനി രണ്ടാമത്തെ ആകുമ്പോഴോ, രണ്ടാമത്തതിന്റെ പേര് നോക്കിയേ, തളിക്കുളം. അപ്പൊ രണ്ടാമത്തല്ലേ. അപ്പൊ ആദ്യത്തെ എന്ന് പറയുമ്പോൾ അവർ ഡെയിലി തൂത്ത് തുടച്ച് പൊടിയൊന്നും ഉണ്ടാക്കാതിരുന്നു. രണ്ടാമത്തെ ആകുമ്പോഴോ, ഒരു തവണ ഒരു സ്ഥലത്ത് തുടങ്ങിയതല്ലേ, അപ്പൊ രണ്ടാമത്തെ അത്ര പ്രാധാന്യമാണുള്ളൂ. അപ്പൊ അതിലൊക്കെ പൊടിയൊക്കെ പിടിച്ച് അവസാനം യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് തളിച്ചിട്ട് തുടച്ചിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് തളിച്ചിട്ട് വേണം പിന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ ഓർക്കണം കേട്ടോ. അപ്പോൾ തളിക്കുളമാണ് രണ്ടാമത്തത് തളിക്കുളം. അത്രയ്ക്ക് ആ പൊടി പിടിച്ചായിപ്പോയി തളിക്കുളം. ഇനി ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂരാണ്. ഈ കുഞ്ഞു പിള്ളേരല്ലേ ഇങ്ങനെ കരഞ്ഞെറിഞ്ഞിങ്ങനെ ഇങ്ങനെ വിങ്ങി വിങ്ങി കരയുന്നത്. അപ്പോൾ വിങ്ങി വിങ്ങി കരയുന്നത് ശിശുക്കളാണ്. അപ്പോൾ ശിശുക്കൾ വിങ്ങി വിങ്ങി പോലും കരയൂല അവിടെ എന്നുള്ള രീതിയിൽ ശിശു സൗഹൃദമാണെങ്കിൽ വിങ്ങ് വെങ്ങാനൂർ ഓർക്കണം. ഇനി അടുത്ത നോക്കിയേ, ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. അപ്പോൾ ഈ ശിശുവിനേക്കാൾ കുറച്ചുകൂടെ വലുതാണല്ലോ ബാലന്മാര്. ശിശു തീരെ പൊടിയാണ്, ബാലന്മാര് കുറച്ചുകൂടെ വലുതാ. അപ്പൊ ബാലന്മാരെ സൗഹൃദമാക്കാൻ വേണ്ടിയിട്ട് നെടുമ്പാശ്ശേരിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. എന്തെന്നാ? വിമാനം പോകുമ്പോൾ നമുക്കിങ്ങനെ കാണിച്ചു കൊടുക്കാം അല്ലേ? വിമാനം പോകുമ്പോൾ ഇല്ലേ ബാല നോക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് അവരെ നല്ല സൗഹൃദമാക്കി ഇരുത്താം. അപ്പൊ ബാലന്മാരെ സൗഹൃദമാക്കണമെങ്കിൽ ആ പഞ്ചായത്തിന്റെ മുകളിലൂടെ എന്ത് പോകാറുണ്ട്? വിമാനം പോകാറുണ്ട്, നെടുമ്പാശ്ശേരി ആയതുകൊണ്ട്. അപ്പൊ ബാലസൗഹൃദം നെടുമ്പാശ്ശേരിയാണ്. അപ്പൊ 4 കിട്ടിയല്ലോ. ഇനി അടുത്തത് 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. അടുത്തത് ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുകലാണ്. അടുത്തത് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത് അമ്പലവയലാണ്. ഇനി നമുക്ക് ഓർത്തു വയ്ക്കാം, 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്ത്. ഈ 100% പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടുന്ന കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുകയാണല്ലോ, അങ്ങനെ ഒരു രീതിയിൽ ഓർക്കാം. അപ്പൊ കുഞ്ഞു പിള്ളേരൊക്കെ വിളിച്ച് എല്ലാത്തിനും കൂടെ നിലത്തിരുത്തിയിട്ട് ഹരി ശ്രീ എന്ന് പറഞ്ഞ് നിലത്തിരുത്തി എഴുതിച്ച് നിലത്തെഴുതി അവരെല്ലാവരും എന്താ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 100%. നിലത്തിരുന്ന് പഠിച്ചിട്ട് പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ 100%. അപ്പൊ 100% പ്രാഥമിക വിദ്യാഭ്യാസം നിലമ്പൂർ പഠിച്ചു. ഇനി അടുത്തതാണ് ആദ്യ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത്. ഈ ശുചിത്വമായിട്ട് നമുക്ക് പോത്തുകളിനെ ഓർക്കാൻ വേണ്ടിട്ടെ, ഈ പോത്തുകൾ പൊതുവില് എരിമ പോത്ത് എന്ന് പറഞ്ഞാൽ പോത്ത് പൊതുവിൽ ഈ മറ്റേ എന്താ പറയുക ചെളിക്കകത്തല്ലേ കിടക്കുന്നത്, ചെളിക്കകത്ത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോത്തുകൾ എങ്ങനെയാണെന്നറിയോ? അവർ ചെളിക്കകത്തൊന്നും പോയില്ല, അവർ കല്ലിൽ കയറി നല്ല കുട്ടപ്പന്മാരായിട്ട് നിൽക്കും. അപ്പോൾ പോത്തുകളൊക്കെ അവിടെ എന്താ, പോത്തുകൾ വരെ നല്ല ശുചിത്വമാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ
പോത്തുകൾ ശുചിത്വം. കിട്ടുമോ? അടുത്തത് ചെളിയിൽ പോവില്ല, കല്ലിൽ കയറി നിൽക്കും പോത്ത്. അപ്പൊ ആ പോത്ത് വെച്ചിട്ട് അങ്ങനെ ഓർക്കാം. പിന്നെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പാക്കിയ ആദ്യ പഞ്ചായത്ത്. ഈ പഞ്ചായത്തിലൊക്കെ നാളെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ആധാർ രജിസ്ട്രേഷൻ ഉണ്ട്, എല്ലാവരും വരിക എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്താൽ നാട്ടിലുള്ള മനുഷ്യന്മാർ മുഴുവൻ വരും അല്ലേ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടെ സംഘടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് നടത്തുന്നത്. അപ്പൊ എല്ലാവരെയും കൂടെ പിടിച്ച് എവിടെ നിർത്തി? അവിടെ വലിയൊരു അമ്പലത്തിന്റെ ഒരു വയലുണ്ട്. ആ അമ്പലത്തിന്റെ വയൽ ഫുൾ എല്ലാത്തിനും കൂടെ ഇരുത്തിയിട്ട് ആണ് ആധാർ രജിസ്ട്രേഷൻ നടത്തിയത്. അപ്പൊ ആധാർ രജിസ്ട്രേഷൻ വന്നവരെല്ലാത്തെയും പിടിച്ച് അമ്പലവയലിൽ കൊണ്ട് നിരത്തിയിരുത്തി. അപ്പൊ അമ്പലവയൽ ആധാർ, അമ്പലവയൽ ആധാർ. കിട്ടിയോ? ഇനി പറയുന്നത് ആലോചിച്ച് പോകണം കേട്ടോ. അടുത്തത് ആദ്യ ഇ പേയ്മെന്റ് പഞ്ചായത്ത്. ഇ പേയ്മെന്റ്, ഇലക്ട്രോണിക് പേയ്മെന്റ്, പേരെന്താ ഉത്തരം? മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം. അത് ഇ പേയ്മെന്റ് മഞ്ചേശ്വരമാണ്. ഇനി അടുത്തത് ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമ പഞ്ചായത്ത് ഏതാണ്? പനത്തടിയാണ്. പനത്തടി. ഇനി അടുത്ത ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ഏതാ? മടിക്കൈയാണ്. ഒരിക്കലും മറന്നാത്ത രീതിയിൽ നോക്കാം. ആദ്യ ഇ പേയ്മെന്റ് പഞ്ചായത്ത് ഏതാണ്? മഞ്ചേശ്വരം. അവിടെ മഞ്ചൊക്കെ വാങ്ങിക്കാൻ നമ്മൾ കാശ് 5 രൂപ കാശായിട്ടല്ല കൊടുക്കുന്നത്. പിന്നെ എങ്ങനെ? ഗൂഗിൾ പേ. ഇ പേയ്മെന്റ് ചെയ്തിട്ടാണ് മഞ്ച് വാങ്ങുന്നത്. ഇപ്പൊ ഇ പേയ്മെന്റ് ചെയ്താലേ അവിടെ മഞ്ച് കിട്ടുള്ളൂ എന്ന് ഓർക്കുക. ഇ പേയ്മെന്റ് ചെയ്താലേ അവിടെ മഞ്ച് കിട്ടുള്ളൂ. മഞ്ചേശ്വരം. ഇ പേയ്മെന്റ് മഞ്ചേശ്വരം. മഞ്ച് വാങ്ങിക്കാനായിട്ടൊന്ന് ഓർക്കാം. പിന്നെ ആദ്യ സമ്പൂർണ്ണ ജൈവ ഗ്രാമം, പേര് നോക്കിയ പനത്തടി. അവിടെ നിറച്ച് പനയാ. പനത്തടി എവിടെയാണ്? കാസർഗോഡാണ്. അപ്പൊ അവിടെ ഫുള്ള് പനകളാണ്. അപ്പോൾ ഈ പനയുടെ തടി ഇങ്ങനെ വീണ് അവിടെ ഫുള്ള് ജൈവമാണെന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെ ഓർക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഓർക്കാൻ. അപ്പൊ ജൈവ ഗ്രാമം പനത്തടി വീണ് ജൈവ ഗ്രാമമായി മാറി. അവിടെ പനത്തടി ജൈവ ഗ്രാമ പഞ്ചായത്ത് ആദ്യത്തെ. ഇനി അടുത്തതാണ് ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത്. അത് പെട്ടെന്ന് കിട്ടുന്നത് മടിക്കൈ. എടാ, ഈ ബ്ലഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ആകെ വേദനയായിരിക്കും അല്ലേ. വേദന കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ എടുത്ത് മടിയിൽ വെച്ചങ്ങ് ഇരിക്കും. അപ്പൊ മടിക്കൈ രക്തദാന പഞ്ചായത്ത്. അപ്പൊ രക്തദാനം നടത്തി കഴിഞ്ഞ് കൈയെടുത്ത് മടിയിൽ വയ്ക്കും. മടിക്കൈ. സിമ്പിളായിട്ട് ഓർക്കാം. അടുത്തത് വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂരാണ് കേട്ടോ. വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂർ. അടുത്തത് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഇരവിപേരൂരാണ്. പൊതുജനത്തിന് സൗജന്യ വൈഫൈ ഇരവിപേരൂരാണ്. പിന്നെ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് മാരാരിക്കുളം സൗത്ത് ആണ്. ഇത് രണ്ടും നമ്മുടെ സ്ഥലമാണ് കേട്ടോ, ആലപ്പുഴയിലാണ്. ഓക്കെ, അപ്പോൾ വൈഫൈ ഏർപ്പെടുത്തിയ ആദ്യ പഞ്ചായത്ത് തൃക്കരിപ്പൂർ. അതിന് സത്യം പറഞ്ഞ ഒരു കോഡില്ല, എന്നാലും എന്തെങ്കിലും ഒരു കോഡാക്കി തരാം. ഈ വൈഫൈ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒരു സ്വിച്ച് വേണ്ട, ഒറ്റ ഇതല്ലേ ഉള്ളൂ. അല്ലാതെ ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഒരു സംഭവം ഇല്ല. എല്ലാവർക്കും ഇങ്ങനെ വൈഫൈ ആയിട്ട് കിട്ടുകയാണ്. അതുകൊണ്ട് ഇവരിങ്ങനെ പോയി പിടിച്ച് അവിടെ കരിയൊന്നും ആക്കേണ്ട ആവശ്യമില്ലെന്നെങ്കിലും ഒന്ന് ഓർക്കുക കേട്ടോ. വൈഫൈ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക് എല്ലാവർക്കും നെറ്റ് കിട്ടും. അല്ലാതെ പ്രത്യേക ഒരു സ്വിച്ചിൽ പോയി പിടിച്ച് ആരും കരിയാക്കാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും വൈഫൈ കൊടുത്തു. അടുത്തത് പൊതുജനത്തിന് സൗജന്യ വൈഫൈ ലഭ്യമായ ആദ്യ ഗ്രാമപഞ്ചായത്ത്. അപ്പൊ പൊതുജനങ്ങൾക്കാണെങ്കിൽ ഇത് ആദ്യ ഗ്രാമപഞ്ചായത്താണ്. ഇനി പൊതുജനങ്ങൾക്കാണെങ്കിൽ ഇരവിപേരൂരാണ്. നമ്മുടെ പ്രത്യക്ഷ രക്ഷാസഭ പൊയ്കയിൽ യോഹന്നാന്റെ ഇരവിപേരൂർ പഠിച്ചിട്ടില്ലേ? ഇരവിപേരൂർ പഞ്ചായത്ത്. അതിനും സത്യം പറഞ്ഞാൽ കോഡില്ല, പെട്ടെന്നൊരു കോഡിടാം. അതായത് ഇരവിന്ന് പേരുള്ള എല്ലാ ജനങ്ങൾക്കും ഫ്രീ വൈഫൈ. മൊത്തത്തിൽ എല്ലാവരുടെയും പേര് ഇരവി എന്ന് എന്തെങ്കിലും ആണെന്ന് ഓർക്കാം. അപ്പൊ ഇരവിന്ന് പേരുള്ള എല്ലാവർക്കും വൈഫൈ ആണ്. ഓക്കെ, അടുത്തത് ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. ആലപ്പുഴ കഞ്ഞിക്കുഴി പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ ജൈവ പച്ചക്കറിയാണ് എപ്പോഴും എന്ത്? കഞ്ഞിയുടെ കൂടെ ടേസ്റ്റ്. കഞ്ഞിയുടെ കൂടെ എപ്പോഴും ജൈവ പച്ചക്കറിയാണ് ടേസ്റ്റ്. അപ്പോൾ കഞ്ഞിക്കുഴി ജൈവ പച്ചക്കറി പഞ്ചായത്ത്. ജൈവ പച്ചക്കറി കഞ്ഞിക്കുഴി. ഇനി ആദ്യ വനിതാ സൗഹൃദ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് മാരാരിക്കുളം സൗത്ത് ആണ്. വനിതാ സൗഹൃദം മാരാരിക്കുളമാണ്. നമുക്ക് തൽക്കാലം ഇങ്ങനെ ഓർക്കാം. ഈ മാരനാണ് കാമദേവനെ വധിക്കുന്ന ഒരു ഇതുമായിട്ടാണ്. മറ്റേ ആ അരിയുമായിട്ട് നമുക്ക് തന്നെ നോക്കാം. അരി, അതായത് കാമത്തെ ഇല്ലാതാക്കുക എന്നൊരു രീതിയിൽ ഓർക്കാം. അപ്പൊ തൽക്കാലം ഇങ്ങനെ നോക്കാം. അവിടെ എന്താ? മാരന്മാരെ അരിയായിട്ടാ കാണാം, ശത്രുക്കളായിട്ടാ കാണാന്നുള്ള ഓർക്കാം. അപ്പൊ മാരന്മാരെ ശത്രുക്കളായിട്ടാ കാണുക. വനിതകൾ അവിടെ എന്താ? യോയോ ആയിട്ട് നല്ല സൗഹൃദപരമായിട്ട് സന്തോഷമായിട്ട് കഴിയാണെന്ന് ഓർക്കാം. അപ്പോൾ മാരന്മാരെ അരിയായിട്ട് കണ്ടിട്ട് വനിതകൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. മാരാരി കുളമാണെന്നുള്ള രീതിയിൽ കോഡ് വെച്ചിട്ട് ഓർക്കാം കേട്ടോ. അവിടെ അങ്ങനെ ഒന്നുമില്ല, അവിടെ എല്ലാം അടിപൊളിയാണ് കേട്ടോ, എൻ്റെ നാടല്ലേ. അപ്പോൾ വനിതാ സൗഹൃദം മാരാരി കുളമാണ്. അടുത്തത് നോക്കിയേ, സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളമാണ്. ഇനി
100% സാക്ഷരത നേടിയ, നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രാഥമിക വിദ്യാഭ്യാസമാണ്, ഇത് സാക്ഷരതയാണ്. സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാടാണ്. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടിയാണ്. നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം. ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളത്തിലൂടെ ഒരു മാവൊക്കെ ഉണ്ട്. മാവിൽ നിന്ന് എപ്പോഴും മാങ്ങയൊക്കെ വീഴുന്ന ഒരു പ്രത്യേകതരം കുളമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മാങ്ങ വീഴുമ്പോൾ പെറുക്കാനായിട്ട് ഒത്തിരി പേരോടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവർ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് വിചാരിച്ചു, നമ്മൾ എന്തായാലും മാങ്ങ വീഴാൻ വേണ്ടി ഇവിടെ വന്നിരിക്കും, എന്നാൽ നമുക്കൊരു വ്യാവസായിക പ്രൊജക്റ്റും കൂടെ ചെയ്താലോ, നമുക്ക് ഇതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കിയാലോ, എന്തായാലും കുളത്തിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് ഇതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ മാങ്ങയും പെറുക്കാം, വൈദ്യുതി ഉണ്ടാക്കാം. അപ്പോൾ മാങ്കുളത്തിൽ നിന്ന് വൈദ്യുതി, മാങ്കുളത്തിൽ നിന്ന് വൈദ്യുതി. ഇപ്പൊ മാങ്കുളം സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത ആദ്യ പഞ്ചായത്ത് മാങ്കുളം. മാങ്കുളം. അടുത്തതാണേ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാട്. അത് നമുക്ക് കോഡിടാം. 100% സാക്ഷരത നേടിയില്ലെങ്കിൽ പോത്തിനെ മേയ്ക്കാൻ നിന്നെയൊക്കെ കാടിൽ വിടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു എന്ന് വിചാരിക്കാം. അപ്പം ഇനി പോത്തിനെ മേയ്ക്കാൻ കാട്ടിൽ പോകേണ്ടി വരുമോ എന്നുള്ള പേടി കൊണ്ട് ആ പഞ്ചായത്തിലെ 100% മനുഷ്യരും എന്ത് ചെയ്തു, എഴുതി പഠിച്ച് സാക്ഷരരായി. സാക്ഷരത ഇല്ലെങ്കിൽ എന്താ, എല്ലാത്തിനും പിടിച്ച് പോത്തിനെ മേയ്ക്കാനായിട്ട് കാട്ടിൽ കൊണ്ടാക്കും എന്നുള്ള രീതിയിൽ അത് പേടിച്ച ആ നാട്ടിലുള്ള ആ പഞ്ചായത്തുള്ള മനുഷ്യരെല്ലാം എന്ത് പഠിച്ചു, 100% സാക്ഷരത നേടിയെന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് പോത്താണിക്കാടാണ്. 100% പ്രാഥമിക വിദ്യാഭ്യാസം നിലത്തെഴുതി പഠിച്ചു, നിലമ്പൂര് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടിയാണ്. അത് പെട്ടെന്ന് ഓർക്കാം. എന്താണ് സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച് കഴിയുമ്പോൾ എന്താ, ഫുള്ള് വെട്ടം അല്ലേ. അപ്പൊ കണ്ണാടിയിൽ ഗ്ലെയർ അടിക്കുന്ന പോലെ ഫുൾ വെട്ടമാണ് അവിടെ അല്ലേ ആ പഞ്ചായത്തിൽ. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ആദ്യ പഞ്ചായത്ത് കണ്ണാടി. ഓർക്കാലോ അല്ലേ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ചെറിയ കോഡ് ഇട്ടേക്കുന്നത്. കോഡ് വേണ്ടവർ മാത്രം കോഡ് പഠിച്ചാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ കോഡുണ്ടെങ്കിലും നമ്മൾ റിവിഷൻ ഇല്ലാതെ പോയാലും ഓർത്ത് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മറന്നുപോകുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ മലയാളത്തിൻ്റെ കുറേ ക്ലാസ്സുകൾ ചെയ്ത് പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. SCRT ചെയ്തിട്ടിട്ടുണ്ട്, അതുപോലെ 2024 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. മലയാളം ബുദ്ധിമുട്ടുള്ളവർ ഒരു കാരണവശാലും പേടിക്കേണ്ട, നമ്മുടെ ഫ്രണ്ട്ലി പേജിൻ്റെ പ്ലേലിസ്റ്റ് നോക്കി ചെയ്തിട്ടിരിക്കുന്ന ക്ലാസ്സുകളൊക്കെ കണ്ടാൽ മതി. പിന്നെ നമ്മളുടെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആണ്. 2024 നിന്ന് നമ്മളുടെ ബുക്കിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് വഴി വാങ്ങുക. ബുക്കിൻ്റെ അപ്ഡേറ്റഡ് ക്ലാസ്സൊക്കെ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് തരുന്നുണ്ട് കേട്ടോ. പിന്നെ LDCക്ക് വേണ്ടിയിട്ട് മലയാളത്തിൻ്റെ ക്രാഷ് കോഴ്സ് സൂപ്പർ ക്ലാസ്സാണ്. ഒത്തിരി കണ്ടൻറ്റൊക്കെ ഉള്ള നല്ല വിത്ത് കോഡ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്ലി പേജ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഫ്രണ്ട്ലി പേജിൻ്റെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താലും മോക്ക് ടെസ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വേണ്ട ടോപ്പിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരി എന്നാൽ ബൈ.